ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഏകദേശം 100 വെറൈറ്റിയോളം റോസുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതൊക്കെ റോസ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു മാർഗോ കോസ്റ്റർ മിനിയേച്ചറാണ്. രണ്ടാമത് കുഡോസ് ജൂബിലി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു എനിക്ക്. കൂഡോസ് ജൂബിലി അങ്ങനെ എന്തോ ആണ് കേട്ടോ. നല്ലൊരു റോസ് വെറൈറ്റിയാണ്, നല്ല ഫ്രാഗ്രൻ്റ് ആണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസ് ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. പിന്നെ യെല്ലോയും അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡിലുമാണ് ഇതിൻ്റെ പൂക്കൾ വരാറുള്ളത്. ഇതിൻ്റെ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ബ്ലൂ ഫോർ യു എന്ന് ബ്ലൂ ഫോർ യു ആണ്. നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരു അടിപൊളി പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഒരു റോസ് വെറൈറ്റി ആണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു സ്ട്രൈപ്പ് റോസ് ആണ്. ഒരു പീച്ച് ഓറഞ്ച് ഷെയ്ഡിലെ ഒരു യെല്ലോ, ഒരു ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഹണി ഡിജിൻ എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. നമ്മുടെ തേനിൻ്റെയൊക്കെ നിറം, ഒരു കോഫിയുടെയൊക്കെ പൗഡറിലെ അതിൻ്റെയൊക്കെ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. ഹണി ഡിജിൻ എന്നാണ് ഐ ഡി വരുന്നത്. ഇത് ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ്. നല്ലൊരു മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, വല്ലാത്തൊരു ചെങ്കൽ പോലത്തെ ഒരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ്. ഹോട്ട് ചോക്ലേറ്റ് എന്നാണ് ഐ ഡി വരുന്നത്. ഇത് വന്നിട്ട് എല്ലാവർക്കും അറിയായിരിക്കും, അഭിസാരിക റോസാണ്. യെല്ലോയിൽ പിങ്ക് ഷെയ്ഡിലാണ് വരകൾ വരുന്നത്. സ്ട്രൈപ്പ് വരുന്ന ഒരു സ്ട്രൈപ്പ് വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് കൽക്കട്ട 300 എന്ന് പറയുന്നൊരു റോസാണ്. നല്ല സ്മെല്ലുണ്ട്, അതേപോലെ നല്ല മുള്ളുകളും ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിനകത്തും 100 പരം റോസുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റോസുകൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ഇടാനായിട്ട് മറക്കരുതേ. ഇത് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്ന റോസാണ്. നമ്മുടെ റെഡ് ഷെയ്ഡിൽ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നൊരു റോസ് വെറൈറ്റിയാണ്. അടുത്തതായിട്ട് അബ്രാക്കാഡബ്രയാണ്. നല്ലൊരു ഒരു വെൽവെറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ യെല്ലോ സ്ട്രൈപ്സ് വരുന്നൊരു റോസ് വെറൈറ്റിയാണ്. അബ്രാക്കാഡബ്ര എന്നാണ് കേട്ടോ ഐ ഡി വരാറുള്ളതല്ല, ഐ ഡി അബ്രാക്കാഡബ്ര എന്നാണ്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ടാറ്റ സെൻറ്റിനറി എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. വിരിയുന്ന സമയത്ത് ഈ ഒരു കളറാണ്. വിരിഞ്ഞ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് ഈ ഒരു പാറ്റേണിലോട്ട് ചേഞ്ച് ആവുന്നൊരു റോസ് വെറൈറ്റിയാണ്. ഇതും അത്യാവശ്യം ഫ്രാഗ്രൻസ് ഉള്ള കുറച്ച് റെയറായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. ടാറ്റ സെൻറ്റിനറി എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി വരുന്നത്. നല്ലൊരു വെറൈറ്റിയാണ്. അടുത്ത റോസ് എന്ന് പറയുന്നത് ഗോൾഡൻ റോസാണ്. നല്ലൊരു നമ്മുടെ ഈ ഗോൾഡിൻ്റെയൊക്കെ ഏകദേശം കളർ ഷെയ്ഡിൽ വരുന്നതാണ്. നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഗോൾഡൻ റോസ് എന്നാണ് ഐ ഡി. എനിക്കിതിൻ്റെ കറക്റ്റ് നെയിം എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഗോൾഡൻ റോസ് എന്നാണ്. നല്ല സ്മെല്ലുള്ളൊരു റോസാണ്. കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അടുത്തതായിട്ട് ഇത് പട്ട് റോസാണ്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ പണ്ട് കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്ന റോസാണ്. എന്നാൽ ഇപ്പോൾ അധികം അങ്ങനെ ആരുടെയും കയ്യിലില്ലാത്തൊരു വെറൈറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പട്ട് റോസ് എന്നാണ് ഐ ഡി വരുന്നത്. ഇതും അതുപോലെ പനിനീർ റോസ്. ഒരുപാട് പരാതികൾ ചെടി വളർത്തുന്നവർ പറയുന്നത് പനിനീർ റോസ് നമ്മുടെ കമ്പ് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു പരാതിക്കാരി കൂടെയാണ് ഈ ഒരു പനിനീർ റോസ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത് നല്ല പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളി റോസാണ്. നമ്മുടെ പാവപ്പെട്ടവരുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളൊരു റോസ് വെറൈറ്റി കൂടെയാണ്. നല്ല സ്മെല്ലൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു റോസ്. അടുത്തതായിട്ട് ഈ ഒരു റോസാണ്. ഇതിൻ്റെ കറക്റ്റ് ഐ ഡി എനിക്കറിയില്ല. ഒരു പിങ്ക് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇത് ഓറഞ്ച് റോസാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. പീച്ച് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് വൈറ്റ് പനിനീർ റോസാണ്. നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും. നാടൻ റോസാണ് കേട്ടോ. ഇഷ്ടംപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു റോസാണ്. ഇത് വന്നിട്ട് ബേബി പാരഡൈസ് എന്ന് പറയുന്നൊരു റോസ് വെറൈറ്റിയാണ്. വൈറ്റും ഒരു സിൽവർ കളറും ആണ് കളറ്. ഇത് സെലേറിയോ എന്ന് പറയുന്ന യെല്ലോ റോസ് വെറൈറ്റിൻ്റെ ഒരു സ്റ്റാർ പോലെ ഉണ്ടാവും. അടുത്തതായിട്ട് ഓർക്കിഡ് റോസാണ്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ പിടിക്കും. നല്ല ഭ്രാന്ത് പിടിച്ചതുപോലെ പൂക്കൾ പിടിക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് സമ്മർ സ്നോ എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറയെ ഇതിങ്ങനെ പൂക്കൾ ഉണ്ടാവും. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡബിൾ ഡിലൈറ്റ് ആണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് പൂവാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്ര മനോഹരമാണ് ഈ ഒരു റോസ്. നല്ല സ്മെല്ലും ഉണ്ട്. ഇത് വന്നിട്ട്
ഒരു ക്രീപ്പർ റോസാണ്, ഓറഞ്ച് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ റോസാണ്. ഇതും നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ. സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പറാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഓർക്കിഡ് റോസ് അല്ലാന്നുണ്ടെങ്കിൽ ഫെയറി റെഡ്. ആളെ ഇപ്പോൾ അറിയപ്പെടുന്നത് റെഡ് ഓർക്കിഡ് റോസ് എന്നാണ്. ഇതിൻ്റെ ആക്ച്വൽ ഐഡിയ വന്നിട്ട് ഫെയറി റെഡ് എന്നാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ്, നല്ല സ്മെല്ലും ഉണ്ട്, അടിപൊളിയാണ് കാണാനായിട്ട്. ഇത് വന്നിട്ട് അനേടുപ്പേരി യെല്ലോ ക്ലൈംബറാണ്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പടർത്തി വിടാനും നമുക്കൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാനും പറ്റുന്നൊരു റോസ് വെറൈറ്റിയാണ്. നമ്മുടെ ഏതാണ് അനേടുപ്പേരി എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റി കേട്ടോ. ഇതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്നതും ഇതിനകത്ത് ഉൾപ്പെടുത്താത്തതായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് പിങ്ക് ബട്ടൺ റോസ് ആണ്, നല്ല ഒരു വെറൈറ്റിയാണ്, നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് റെഡ് കാസ്കേഡ് റോസാണ്, നന്നായിട്ട് പൂക്കൾ പിടിക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. കുഞ്ഞൻ നക്ഷത്രങ്ങൾ പോലെ, ചുവപ്പ് നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റുന്ന ഒരാൾ കൂടെയാണ്. ഇത് വന്നിട്ട് ഹെറോഗേറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. നല്ല രസമാണ് കേട്ടോ, പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട്. അതേപോലെ 2 കളർ ഷെയ്ഡിലായിരിക്കും പൂക്കൾ വരാറുള്ളത്. നമ്മുടെ ഓറഞ്ചും റെഡും ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നിസോ ഫ്ലെമിംഗോ എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. ഇതും നിറയെ ഇങ്ങനെ പൂക്കൾ പിടിക്കുന്നൊരു ടൈപ്പാണ്. കാണാനായിട്ടൊരു കളർ കോമ്പിനേഷനൊക്കെ ഉള്ളൊരു ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പീച്ച് ക്രീക്രി റോസാണ്. ചെറിയ ചെറിയ പൂക്കൾ വരുന്ന പീച്ച് കളർ ക്രീക്രി റോസാണ്. നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. അടുത്തതായിട്ടുള്ളത് റെഡ് പിനാക്കി റോസാണ്. റെഡ് പിനാക്കിനെ എടുത്ത് പറയണ്ടല്ലോ, റോസുകളുടെ രാജകുമാരിയാണ്. അടുത്ത വെറൈറ്റി 5 സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു റോസാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്, നിറയെ പൂക്കൾ പിടിക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്താണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനുള്ളത്. ഇതൊരു ക്രീപ്പറാണ്, റെഡ് പിനാക്കിയുടെ നല്ലൊരു പ്ലാന്റാണ് 5 സ്റ്റാർ എന്ന് പറയുന്ന റോസ് കേട്ടോ. ഒരു ഓൾഡ് വെറൈറ്റി റോസാണ്, ഓൾഡ് ടീ ഹൈബ്രിഡ് ടീ വെറൈറ്റിയിൽ വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വന്നിട്ട് ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റി റോസാണ് കേട്ടോ. നല്ല രസമാണ്, പിങ്ക് കളറിലാണ് പൂക്കൾ വരാറുള്ളത്, നിറയെ മുള്ളുകളും അതുപോലെ തന്നെ ചെറിയ പിങ്ക് കളർ പൂക്കളുമാണ് ഈ ഒരു റോസിനുള്ളത്. ബർത്ത്ഡേ പാർട്ടി എന്നാണ് കേട്ടോ ഐ ഡി വരുന്നത്. ഇതിനകത്ത് എനിക്ക് അറിയാമെന്നുള്ളതെല്ലാം ഞാൻ ഐ ഡി ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഐഡിയയിലാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇത് ഫ്ലോറിബണ്ട ആപ്രിക്കോട്ട് റോസാണ്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു DA റോസ് പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഇത് DA ഒന്നുമല്ല, സാധാരണ ഒരു റോസാണ് കേട്ടോ. ഇത് വന്നിട്ട് പീസ് ആൻഡ് ലവ് റോസാണ്. ഒരുപാട് ഡിമാൻഡുള്ളൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ. ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. നമ്മുടെ ഗാർഡനിൽ വരുന്നവരായാലും അല്ലാണ്ട് ഓൺലൈനിലായാലും ഒത്തിരി ഓർഡർ വരുന്നൊരു വെറൈറ്റിയാണ്. മാംഗോ യെല്ലോ അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ പിനാക്കി റോസ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നിറയെ ഇങ്ങനെ യെല്ലോ കളറിൽ പൂക്കൾ വരുന്നൊരു റോസ് വെറൈറ്റിയാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എലിസബത്ത് റോസാണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് ഇഷ്ടംപോലെ എല്ലാ വീടുകളിലും ഉള്ളൊരു റോസാണ്. നമ്മൾ തൈ ആക്കി എടുക്കാനായാലും വളരെ എളുപ്പമുള്ളൊരു റോസ് വെറൈറ്റിയാണ്. എലിസബത്ത് എന്നാണ് ഐഡിയ വരുന്നത്. അടുത്ത റോസ് എന്ന് പറയുന്നത് 7 ഡേയ്സ് റോസാണ്. 7 ദിവസം പൂക്കൾക്ക് വാട്ടമൊന്നും ഉണ്ടാവില്ല, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു റോസ് വെറൈറ്റിയാണ്. 7 ഡേയ്സ് എന്നാണ് കേട്ടോ ഐഡിയ വരുന്നത്. അടുത്ത റോസ് എന്ന് പറയുന്നത് കരിഷ്മ റോസാണ്. ഓറഞ്ച് യെല്ലോ മിക്സഡ് ഷെയ്ഡിൽ വരുന്നൊരു ഫ്ലവറാണ്. ഇത് വന്നിട്ട് ചൈന 65 എന്ന് പറയുന്നൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് മാർഗോ കോസ്റ്റർ റെഡാണ്. മാർഗോ കോസ്റ്ററിൻ്റെ തന്നെ ഏകദേശം 7 കളേഴ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ 4 ഷെയ്ഡാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ കോമൺ ആയിട്ട് കാണുന്നതാണ് മാർഗോ കോസ്റ്റർ റെഡ്, പിന്നെയുള്ളത് മാർഗോ കോസ്റ്റർ പിങ്ക് വൈറ്റ്, പിന്നെയുള്ളത് മാർഗോ കോസ്റ്റർ ഓറഞ്ച്. ഇത് വന്നിട്ട് ഫെയറി ഓറഞ്ചാണ്. കുറച്ച് റെയറായിട്ട് വരുന്നൊരു റോസ് വെറൈറ്റിയാണ് ഫെയറി ഓറഞ്ച് റോസ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഫെയറി പിങ്ക് ഫെയറി മജന്ത ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പിടിക്കും. അടുത്തതായിട്ടുള്ളത് വൈറ്റ് ക്രീക്രി റോസാണ്. സാധാരണ വൈറ്റ് കളറിന് നടുക്ക് ഇങ്ങനെ ഒരു പീച്ച് ഷെയ്ഡ് വരുന്നതാണ് വൈറ്റ് ക്രീക്രി റോസ്. നല്ലൊരു വെറൈറ്റി ആണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലാക്ക് റോസാണ്. ദി ബ്ലാക്ക് ഡിലൈറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ വരുന്നത്. നല്ലൊരു വെൽവെറ്റ് ഷെയ്ഡിലാണ്, ബ്ലാക്ക് വെൽവെറ്റ് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ വരാറുള്ളത്. കാണാനായിട്ട് വളരെ മനോഹരമാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ്.
ബ്ലാക്ക് ഡിലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു റോസ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഹിൽട്ടൺ എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. നമ്മുടെ കോമൺ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് ബട്ടർഫ്ലൈ റോസ് എന്നാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 2 ലെയറാണ് ഇതിൽ പെറ്റൽസ് വരാറുള്ളത്. ഇത് കാശ്മീരി റോസ് ആണ്. ഇപ്പോൾ കുറച്ച് റെയറായിക്കൊണ്ടിരിക്കുന്ന റോസാണ് കേട്ടോ. കാരണം ഇത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ്. നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് സെയിലായി, പെട്ടെന്ന് തന്നെ സെയിലായി സ്റ്റോക്ക് ഔട്ട് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് വന്നിട്ട് കൊത്തുമഞ്ഞയാണ്. ഇതും കുറച്ച് ഡിമാൻഡുള്ള പ്ലാന്റാണ്. ഇപ്പോൾ നമുക്ക് കൊത്തുമഞ്ഞയുടെ പ്ലാന്റ്സ് കിട്ടാനില്ല കേട്ടോ. അത്രയ്ക്ക് റെയറായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്ലാന്റ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഹാരം കിട്ടാനൊക്കെ ഉപയോഗിക്കുന്നൊരു റോസാണ്. ഇത് വന്നിട്ട് ബേബി റൊമാൻറ്റിക്ക. നല്ലൊരു ക്രീപ്പർ റോസൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ബേബി റൊമാൻറ്റിക്ക എന്നാണ് കേട്ടോ ഐഡി വരുന്നത്. ഇത് പനിനീർ റോസ് ക്രീപ്പറാണ് കേട്ടോ. പനിനീർ റോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ തന്നെ ക്രീപ്പറാണ്. നമ്മുടെ പനിനീർ റോസിൻ്റെ ചേച്ചി എന്ന് പറയില്ലേ, ആ കളർ ഷെയ്ഡിൽ വരുന്നതാണ്. പക്ഷേ ഇതൊരു ക്രീപ്പർ നേച്ചറാണ് കേട്ടോ. ഇതിങ്ങനെ പടർന്ന് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി കൂടെയാണ്. അടുത്തതായിട്ട് റെഡ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. റെഡിൽ ഡാർക്കായിട്ടുള്ള ഒരു മെറൂൺ സ്ട്രൈപ്പ് വരുന്നതാണ് കേട്ടോ. നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട് ഈ ഒരു പ്ലാന്റ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലൂ ഓഷ്യൻ റോസാണ്. ഇതും നല്ലൊരു വെറൈറ്റി തന്നെയാണ്. നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നൊരു പ്ലാന്റാണ്. നമുക്ക് അത്യാവശ്യം കെയർ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾക്ക് യാതൊരു കുറവും വരുത്താത്തൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ. ബ്ലൂ ഓഷ്യൻ എന്നാണ് ഐഡി വരുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ട്. നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത്. ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന മാർഗോ കോസ്റ്ററിൻ്റെ തന്നെ പിങ്ക് വൈറ്റ് മിക്സാണ് കേട്ടോ. പിന്നെ മാർഗോ കോസ്റ്ററിൽ തന്നെ 7 കളേഴ്സ് വരുന്നുണ്ട്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. മാർഗോ കോസ്റ്റർ പിങ്ക് വൈറ്റ് മിക്സ് കേട്ടോ. ഇത് നാടൻ ചന്ദന റോസാണ്. ചന്ദന റോസ്, ISRO വൈറ്റ് അങ്ങനെ തുടങ്ങിയിട്ട് ഇതിൽ തന്നെ ഏകദേശം 10-12 കളേഴ്സ് ഉണ്ട്. പിന്നെയുള്ളത് റൂബി ഓറഞ്ച് അല്ലെങ്കിൽ ജഡിക്ക എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. ഇത് കാണാനായിട്ട് നമ്മുടെ വിരിയുന്ന സമയത്ത് കാണാനാണ് കേട്ടോ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. വിരിയുന്ന സമയത്താണ്. നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡുമാണ്. നല്ലൊരു റോസ് വെറൈറ്റി തന്നെയാണ്. ജഡിക്ക എന്നല്ലാന്നുണ്ടെങ്കിൽ റൂബി ഓറഞ്ച് ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്, റൂബി റെഡ്. അതും ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് കിട്ടാനില്ലാതിരിക്കുകയാണ് കേട്ടോ ആ ഒരു വെറൈറ്റി. അടുത്തതായിട്ടുള്ളത് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ മാംഗോ യെല്ലോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാംഗോ യെല്ലോ അല്ല. എന്നാൽ ഇത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തുമില്ല. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ യെല്ലോ ഷെയ്ഡിൽ വരുന്നതിൽ. നല്ല ഡാർക്കായിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. മാംഗോ യെല്ലോനേക്കാളും ഇതളുകൾ കുറവാണ് കേട്ടോ ഈ ഒരു റോസ്. നല്ലൊരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. ഇത് വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന റോസാണ്. മിഡ് നൈറ്റ് ബ്ലൂവിനെ പിന്നെ എടുത്ത് പറയണ്ടല്ലോ, വയലറ്റ് കളർ ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത്. നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്ന നാടൻ റോസാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. സ്പാനിഷ് ഫ്ലാഷ് എന്നാണ് കേട്ടോ ഐഡി വരുന്നത്. നമ്മൾ മിഡ് നൈറ്റ് ക്രീപ്പർ എന്ന് പറഞ്ഞിട്ടാണ് ഇത് സെയിൽ ചെയ്യുന്നത്. ഈ ഒരു വയലറ്റിൽ ഇങ്ങനെ വൈറ്റ് സ്ട്രൈപ്പ് വരും എന്നുള്ളതാണ്. പിന്നെ സിംഗിൾ പെറ്റലാണ്, ഒത്തിരി ഇതളുകളൊന്നുമില്ല. കാണാനായിട്ടൊരു രസമാണ്. കാരണം ഇതിങ്ങനെ നിറയെ ഇങ്ങനെ പിടിക്കും. നമ്മുടെ ഓർക്കിഡ് റോസൊക്കെ ബ്ലൂം ആവുന്നത് പോലെ ഇത് ഫ്ലവറിങ് ആവുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് സ്റ്റെറീന റോസ്, അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് മിനിയേച്ചർ. നമ്മുടെ ഗാർഡനിൽ ഇത് ഫ്ലവറിങ് ആയി കഴിഞ്ഞാൽ എവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ കണ്ണുടക്കുന്നത് ഈ ഒരു റോസ് വെറൈറ്റിയിലായിരിക്കും കേട്ടോ. ഇത് അഭിസാരിക റോസ് പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ അഭിസാരിക അല്ല, ഇതൊരു ക്ലൈംബറാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. പിങ്കിൽ യെല്ലോ സ്ട്രൈപ്പ് വരുന്ന നല്ലൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ. ക്ലൈംബിങ് നേച്ചറാണ് കാണിക്കുന്നത്. നല്ലൊരു കിഡിലനായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. നല്ലൊരു സ്മെല്ലുണ്ട്. വിരിയുന്ന സമയത്ത് തേനീച്ചകളൊക്കെ വന്ന് ഭയങ്കര അട്രാക്റ്റീവായിട്ട് നിൽക്കും ഈ ഒരു പ്ലാന്റ്. അടുത്തതായിട്ട് വൈറ്റ് ക്രീപ്പർ. നമ്മുടെ കോമൺ ആയിട്ട് മിക്ക റോസ് വളർത്തുന്നവരുടെയും കയ്യിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും. ഈ പ്ലാന്റ് ഇല്ലാത്ത റോസ് വളർത്തുന്നവർ വളരെ കുറവായിരിക്കും. കാരണം വൈറ്റ് ക്രീപ്പർ നമുക്ക് അത്രയും അവൈലബിലിറ്റി ഉള്ളതും എല്ലാവരുടെ കയ്യിലും ഉള്ളൊരു വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് ഓറഞ്ച് കൊത്ത് റോസാണ്. കൊത്ത് ഓറഞ്ച് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. നിറയെ ഇങ്ങനെ പൂക്കളുണ്ടാവും. ഇത് ക്രീപ്പർ ജാക്കി എന്ന് പറയുന്ന ഒരു റോസ് വെറൈറ്റിയാണ്.
ക്രീപ്പർ ജാക്കി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ നാടൻ ചന്ദന റോസ് എന്നൊരു പേരും. വിരിയുന്ന സമയത്ത് ഈ ഒരു ചന്ദന കളറാണ്, ഇതൊരു ക്ലൈംബറാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ വൈറ്റ് കളറിലോട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതിൽ എല്ലാത്തിലും പൂക്കൾ വരുമ്പോഴത്തേക്കും വൈറ്റ് ചന്ദന കളർ, വൈറ്റ് ചന്ദന കളർ കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും ഉണ്ടാവാറുള്ളത്. ഇതും നാടനാണ് കേട്ടോ, തനി നാടനാണ് ഈ ഒരു റോസ് വെറൈറ്റി. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ബഞ്ച് ക്രീപ്പറാണ് കേട്ടോ. നിറയെ ഇങ്ങനെ പൂക്കൾ പിടിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു റെഡ് വെറൈറ്റിയാണ് കേട്ടോ, റെഡ് ബഞ്ച് ക്രീപ്പർ. ഒരു കിടിലൻ വെറൈറ്റി തന്നെയാണിത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പെർഫ്യൂം ബ്രീസാണ്. പെർഫ്യൂം ബ്രീസ് എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ കാര്യമായിട്ടുള്ള സ്മെല്ലൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇതുവരെ. പിന്നെ പിങ്കും ഒരു ഗ്രീൻ, നടുക്കിങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടെ കയറി വരും. ഇതിങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ പിടിക്കുന്നതുകൊണ്ട് തന്നെ കാണാനും പ്രത്യേക ഭംഗിയാണ്. ഒരു പൂ രണ്ട് പൂ അങ്ങനെയല്ല, ഒരു കൊല നിറച്ചിട്ടിങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ വരും. ഇഷ്ടംപോലെ ഇങ്ങനെ നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ. ഇത് സുലോഹി എന്ന് പറയുന്ന ഡബിൾ പെറ്റൽ ക്രീപ്പറാണ്. ഞാൻ സെയിൽ ചെയ്യുന്നത് ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൻ്റെ ഐഡിയ വന്നിട്ട് സുലോഹി എന്നാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. നമ്മുടെ ഒരു റെഡും മജന്തയും വൈറ്റും ഒക്കെ ആയിട്ടിങ്ങനെ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നൊരു റോസ് വെറൈറ്റിയാണ്. സുലോഹി എന്നാണ് കേട്ടോ ഐഡിയ വരുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബിവിച്ച റോസാണ്. അതേ കണ്ടില്ല എന്ത് രസമായിട്ടാണ് പൂക്കളുണ്ടായി നിൽക്കുന്നതെന്ന്. ഇതൊരു ക്രീപ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയാം. നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റും. ഇതിൽ എന്തോരം പൂക്കളാണ് ഒരു പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടല്ലോ. മൊട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റാണ് ബിവിച്ച് എന്നാണ് കേട്ടോ ഐഡിയ വരുന്നത്. നല്ലൊരു വെറൈറ്റി തന്നെയാണ് ബിവിച്ച് റോസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് DA27, ഇതൊരു DA29, കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസിൽ വരുന്നതാണ്. നല്ല ഭംഗിയാണ്. ഒരു വൈറ്റും ബേബി പിങ്ക് ഷെയ്ഡിലൊക്കെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. ഇതെനിക്ക് അറിയില്ല കേട്ടോ, ഇതെനിക്ക് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ 7 days റോസ് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക്. പിന്നെ ഈ ഒരു റോസ് വെറൈറ്റി ഓറഞ്ച് ലൊക്കേറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ വരുന്നത്. നല്ലൊരു വെറൈറ്റിയാണ്. ഇത് ഒരു DA റോസാണ്. ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അടുത്തത് ഇംഗ്ലീഷ് റോസ്, ഇംഗ്ലീഷ് ക്ലൈംബറാണ്. നന്നായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ പിടിക്കും. പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട്, നല്ല ഫാസ്റ്റ് ഗ്രോത്താണ്. ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പിലാണ് ലീഫ് വരാറുള്ളത്. അതുപോലെ തന്നെ കാണാനും വളരെ ഭംഗിയാണ് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡിലാണ് പൂക്കളുള്ളത്. ഇത് നേരത്തെ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹോട്ട് ചോക്ലേറ്റിൻ്റെ തന്നെ ക്രീപ്പർ വെറൈറ്റിയാണ്. കുറച്ച് റെയറായിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ സെയിലിനായിട്ട് ഉടനെ തന്നെ കൊണ്ടുവരും കേട്ടോ ഈ ഒരു വെറൈറ്റി. അടുത്തതെന്ന് പറയുന്നത് പനിനീർ റോസിൻ്റെ ചേച്ചി പനിനീരാണ്. ഇതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു റോസ്. മജന്ത ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത്. ഇതിൻ്റെ തന്നെ ക്രീപ്പറാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് ബിഗ് ഫ്ലവറിലെ ക്രീപ്പർ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. അടുത്തതായിട്ടുള്ളത് റെയിനി ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. ഒരു പർപ്പിൾ ഷെയ്ഡ്, ഒരു ലാവൻഡർ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത്. ഐഡിയ വന്നിട്ട് റെയിനി ബ്ലൂ എന്നാണ് കേട്ടോ. നിറയെ ഇങ്ങനെ പൂക്കളുണ്ടാവും. അതൊരു ക്ലൈംബറാണ്. ഈ ഒരു റോസ് എന്ന് പറയുന്നത് ക്ലൈംബിങ് നേച്ചർ ഉള്ളതാണ്. നമുക്ക് ആർച്ച് പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് കിട്ടുന്നില്ല, മറന്നുപോയി. അടുത്തതായിട്ട് ക്ലൗഡ് 10 എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് കേട്ടോ. ക്ലൗഡ് 10 എന്നാണ് ഐഡിയ വരുന്നത്. നമ്മുടെ നോർമൽ വൈറ്റ് ക്രീപ്പർ അല്ല കേട്ടോ. കാണാൻ അതിൻ്റെ നടുക്കൊക്കെ കണ്ടോ, നല്ലൊരു ക്രീമി ഷെയ്ഡിലാണിത് വരുന്നത്. നമ്മുടെ എന്ത് പറയാനായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു റോസ്. ഇതിൻ്റെ ഐഡിയ എനിക്ക് ക്ലൗഡ് 10 ആണ് ഇതിൻ്റെ ഐഡിയ. പിന്നെ നാടനാണ് കേട്ടോ ഈ ഒരു റോസ്, നാടനാണ്. നല്ലൊരു സ്മെല്ലും ഉള്ളൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ ഇത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നതും കുറച്ച് റെയറായിട്ട് വരുന്നൊരു റോസാണ്. നമ്മുടെ ഇംഗ്ലീഷ് റോസ് നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്തുമെന്നുണ്ടെങ്കിലും കുറച്ച് റെയർ പ്ലാന്റ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം നമുക്ക് ഒരു ക്ലൈംബറാണ് കേട്ടോ.
നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്നൊരു ക്ലൈംബർ റോസ് വെറൈറ്റിയാണ്. ലീഫൊക്കെ അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പാണ്. ഇത് വന്നിട്ട് ഒരു ജാപ്പനീസ് റോസാണ്. മോൺകൂർ എന്നാണ് ഐ ഡി വരുന്നത്. മിക്ക പേരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ഡേവിഡ് ഓസ്റ്റിൻ റോസ് വെറൈറ്റി എന്നാണ്. ഇതൊരു ഡേവിഡ് ഓസ്റ്റിൻ റോസ് അല്ല, ഇതൊരു ജാപ്പനീസ് റോസാണ്. ഐ ഡി വന്നിട്ട് മോൺകൂർ എന്നാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ലൊരു ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. നമുക്ക് പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ സമ്മർ സ്നോയുടെ പിങ്കാണ്. അഹല്യ റോസ് എന്ന് പറയും. നല്ലൊരു വെറൈറ്റി തന്നെയാണ് അഹല്യ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഏതാണ്, നല്ല കുഞ്ഞു കുഞ്ഞു നക്ഷത്രം പോലെയുള്ള പേപ്പർ റോസ് അല്ല, കമ്മൽ റോസ്, മുക്കുത്തി റോസ്, അതുപോലെ പേർഷ്യൻ വൈറ്റ്, മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് കേട്ടോ. നന്നായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. വൈറ്റ് ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലൂ ടൈം എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ബ്ലൂ ടൈം. പിന്നെ ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, നമ്മുടെ പനിനീർ റോസിൻ്റെ ചേച്ചി പന്നീരിൻ്റെ ക്രീപ്പറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ റിപ്പീറ്റായിട്ട് ആഡ് ആയതാണ്. ഇതും നല്ലൊരു വെറൈറ്റിയാണ്. നമുക്ക് നന്നായിട്ട് ഫ്ലവറിങ് ആവും, അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട്. നമുക്കൊരു ക്രീപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ആർച്ച് പോലെയോ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു വെറൈറ്റിയാണ്. നല്ലൊരു സ്മെല്ലുള്ളൊരു റോസ് കൂടെയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മാർഗോ കോസ്റ്റർ ആണ്. മാർഗോ കോസ്റ്ററിൻ്റെ ഈ നടുക്കിരിക്കുന്നൊരു ഫ്ലവർ ഉണ്ട്, അതാണ് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളത്. മറ്റേ മാർഗോ കോസ്റ്റർ എന്ന് പറയുന്നത്, ഈ ഒരു മാർഗോ കോസ്റ്റർ കുറച്ച് റെയർ ആണ് കേട്ടോ. നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത്. ഇത് സെൻറ്റിമെൻ്റൽ റോസാണ്. പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഈ ഒരു റോസ് വരുന്നത്. ഇത് നല്ലൊരു സ്മെല്ലുള്ളൊരു റോസ് കൂടെയാണ്. അതുപോലെ പൂക്കൾക്ക് കുറച്ച് ആയുസ് കുറവാണ്. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഇതിൻ്റെ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവുള്ളൂ. അടുത്തതായിട്ട് മജോരോ ഫെയർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടർഫ്ലൈ റോസാണ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റെന്തോ ഒരു പൂച്ചെടി നിൽക്കുന്നു എന്നേ നമുക്ക് തോന്നുള്ളൂ. ഇതൊരു റോസായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഇതൊരു റോസ് വെറൈറ്റിയാണ്. നന്നായിട്ട് തന്നെ പൂക്കൾ പിടിക്കും. സിംഗിൾ പെറ്റലാണ്. ഒരുപാട് ഇതളുകളൊന്നും ഇതിൽ വരില്ല. 5 ഇതളുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ നടുക്ക് ഇങ്ങനെ വൈറ്റും ചുറ്റിനുമായിട്ട് ഒരു മജന്ത ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. മജോരോ ഫെയർ എന്നാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് കേട്ടോ. ഇത് വന്നിട്ട് മാർഗോ കോസ്റ്റർ മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ്. 4 ഷെയ്ഡ് ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഓറഞ്ചും യെല്ലോയും കോമ്പിനേഷനിൽ വരുന്നൊരു റോസ് വെറൈറ്റിയാണ്. നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്ന ഒരു കിടിലൻ റോസാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ലാവൻഡർ സിംപ്ലിസിറ്റി എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നതാണ്. നല്ലൊരു സ്മെല്ലുണ്ട്. ഇതും കുറച്ച് റെയർ ആയിട്ട് വരുന്നൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ. ലാവൻഡർ സിംപ്ലിസിറ്റി നല്ലൊരു വെറൈറ്റി തന്നെയാണ്. കാണാനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ലാവൻഡർ ഷെയ്ഡിൽ വരുന്നൊരു റോസാണ്. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് പട്ട് റോസിൻ്റെ തന്നെ ഈ ഒരു കളർ ഷെയ്ഡാണ്. നമുക്ക് പട്ട് റോസ് തന്നെ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഡാർക്ക് റെഡ് മജന്ത ഷെയ്ഡിലും പൂക്കൾ വരുന്നുണ്ട്. ഇത് ഫെയറി റോസിൽ വരുന്നൊരു റോസാണ്. ഇതിൻ്റെ കറക്റ്റ് ഐ ഡി എനിക്ക് അറിയില്ല കേട്ടോ. ഇതും നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫെയറി ഓറഞ്ച് 3 ടൈപ്പ് ഫെയറി റോസ് ഈ വീഡിയോക്കകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് മൂഡി ബ്ലൂം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ലാവൻഡർ ഷെയ്ഡും അതുപോലെ ഒരു റെഡും ഒക്കെ മിക്സഡ് ആയിട്ട് കയറി വരുന്നൊരു ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെത്. കാണാനും വളരെ ഭംഗിയാണ്. നല്ലൊരു സ്മെല്ലും ഉള്ളൊരു റോസാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ടിറ്റ്ലി വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. യെല്ലോയും റെഡും ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്നൊരു റോസ് വെറൈറ്റിയാണ്. ടിറ്റ്ലി വിങ്സ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി വരുന്നത്. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഗല്ലിക്ക റോസാണ്. ഇതാണ് ഗല്ലിക്ക എന്ന് പറയുന്ന വെറൈറ്റി. കിഡിലൻ വെറൈറ്റിയാണ് കേട്ടോ. നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു പ്ലാന്റാണ് ഗല്ലിക്ക എന്ന് പറയുന്ന ഈ ഒരു റോസ്. അടുത്തതായിട്ട് പീച്ച് ക്രീക്കറിയുടെ തന്നെ വലിപ്പം കൂടിയ സൈസ് കൂടിയ പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഒരു 3 പീച്ച് ക്രീക്കറി നോർമൽ ക്രീക്കറിനെ ഒരുമിച്ച് വെച്ചാലാണ് ഈ ഒരു
ഫ്ലവറിൻ്റെ വലിപ്പം കിട്ടുക. അപ്പോൾ മനസ്സിലാവുമല്ലോ, താരതമ്യം ചെയ്യാമല്ലോ എത്രമാത്രം വലിപ്പം ഉള്ളതാണ് ഈ ഒരു പീച്ച് ക്രീക്കറിയുടെ തന്നെ ബിഗ് ഫ്ലവേഴ്സ് എന്നുള്ളത്. അടുത്തതായിട്ട് ചെറി റെഡ് റോസാണ്. ചെറി റെഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹാരം കെട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന റെഡ് മിനിയേച്ചർ റോസാണ്. ഇത് പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലൊരു വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ അടുത്തൂടെ കാണുന്ന യെല്ലോ ഷെയ്ഡെന്ന് പറയുന്നത് മിനിയേച്ചർ യെല്ലോ ആണ് കേട്ടോ, മിനിയേച്ചർ യെല്ലോ റോസാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്, അതുപോലെ നല്ലൊരു സ്മെല്ലും ഉള്ളൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും. ഇതുകൊണ്ട് ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡും ഉണ്ട് കേട്ടോ. വൈറ്റ് ഷെയ്ഡൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഷെയർ ചെയ്യാം. ഇത് ഐസ് ലവ് റോസാണ്. നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ ഐസ് ലവ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു റോസ് തന്നെയാണ്, ക്രീപ്പറാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, കൽക്കട്ട 300. പിന്നെ ഈ ഒരു റോസ് എന്ന് പറയുന്നൊരു ബട്ടർഫ്ലൈ റോസാണ്, നല്ല ഭംഗിയുള്ള ഒരു ക്ലൈംബറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്